പലതരത്തിലുള്ള യജ്ഞങ്ങളും ദാനവും തപസ്സും ഒക്കെ ചെയ്യേണ്ടത്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം. ഭാവാർത്ഥം: ആധ്യാത്മികോത്കർഷം ആശിക്കുന്നവർ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൂടാ. ആത്മീയ ലോകത്തിലേക്ക്, സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുക എന്നതായിരിക്കണം പ്രവൃത്തികളുടെ ആത്യന്തിക ലക്ഷ്യം. ഇപ്പോ നമ്മൾ 17-ാം അധ്യായമായ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധാ വിഭാഗങ്ങൾ, ദ ഡിവിഷൻസ് ഓഫ് ഫെയ്ത്തിന്റെ ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി 26, 27 കഴിഞ്ഞ് 28-ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ അധ്യായം അവസാനിക്കും. പിന്നെ നമ്മൾ ഈ 18-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോ ഈ നമുക്കൊരു ചെറിയൊരു റീക്യാപ്പ്, നമ്മൾ എവിടെ നിൽക്കുന്നേ എന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോ 16-ാം അധ്യായത്തില് നമ്മൾ കണ്ടത് ദേവാസുര ഭാവങ്ങളാണ്, ഡിവൈൻ ആൻഡ് ഡെമോണിയാക് നേച്ചേഴ്സ്. അതാണ് 16-ാം അധ്യായം. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു 16. 16-ൽ നിന്ന് 17-ലേക്കുള്ള ഒരു കണക്ഷൻ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 17-നെ ഒന്ന് മുഴുവനായി, കാരണം 17 തീരെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ അത് നമുക്കൊന്ന് ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യാം. 16-ാമത്തെ അധ്യായത്തില് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവരും ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവരെയൊക്കെ രണ്ട് കാറ്റഗറിയെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. അതാണ് ദേവാസുര ഭാവങ്ങൾ, ഡിവൈൻ ആൻഡ് ഡെമോണിയാക് നേച്ചേഴ്സ്. ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവർക്ക് എന്തുണ്ട്? ദൈവിക ഗുണങ്ങളുണ്ട്, ഡിവൈൻ ക്വാളിറ്റീസ് ആണ്. ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവർക്ക് ദൈവിക ഗുണങ്ങൾ ഉണ്ടെന്നും ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മറ്റൊരു ഗുണമുണ്ട്. എന്താണ്? ആസുരിക ഗുണങ്ങളുണ്ടെന്നും ഭഗവാൻ സമർത്ഥിച്ചു. 16-ല് ഭഗവാൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, പ്രൂവ് ചെയ്തു. അപ്പോ അർജുനൻ ആലോചിച്ചു, ശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ഒരു കൂട്ടർ, ശാസ്ത്രം എന്ന് പറയാൻ നമ്മുടെ വേദസാഹിത്യം അല്ലെ, സ്ക്രിപ്ചേഴ്സ്. അപ്പൊ നമ്മുടെ വേദസാഹിത്യത്തില് പറയുന്ന പ്രകാരം അത് വിശ്വസിച്ച് അത് ഫോളോ ചെയ്ത് അത് പ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ദൈവിക ഗുണങ്ങളുണ്ട്, അത് പ്രകാരം പ്രവർത്തിക്കാത്തവർക്ക് ആസുരിക ഗുണങ്ങളുണ്ട്. അപ്പൊ അർജുനൻ ആലോചിച്ചു, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ശാസ്ത്രത്തിലൊന്നും വിശ്വാസം ഒന്നുമില്ല, അത് പ്രകാരം ഒന്നും ഫോളോ ചെയ്യുന്നില്ല, അവരതിനെ എതിർക്കുന്നില്ല, പക്ഷെ ഇതിലൊന്നും അല്ലാത്ത ചില വ്യക്തികളിൽ അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചിലതിൽ അവർ വിശ്വസിക്കുന്നു. ഇത് രണ്ടിലും പെടാത്തൊരു കാറ്റഗറി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ എന്നാ പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട്, അവരതിനെതിരല്ല, പക്ഷെ അവർ ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അല്ല അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ന്യായമാണ്, അത് അർജുനൻ ചോദിച്ചു. അപ്പോ ആ ശ്ലോകമാണ് 17.1-ലെ ശ്ലോകം. അപ്പോ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈ സത്വരജോ തമോ ഗുണങ്ങളിൽ അവരെവിടെ പെടും, ഈ ആൾക്കാർ എവിടെ പെടും എന്നറിയണം. കാരണം ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇന്നിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ശാസ്ത്രം ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആധികാരികമായ സ്ക്രിപ്റ്റേഴ്സ് പ്രകാരം ഫോളോ ചെയ്യാതെ ഒരുപാട് മനുഷ്യ ദൈവങ്ങളെ അല്ലെ ഫോളോ ചെയ്യുന്നവരുണ്ട്. എന്തോര തരം വിശ്വാസങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇതൊന്നും ശാസ്ത്രവിധിപ്രകാരം, എന്നാൽ അവർക്ക് വിശ്വാസികളല്ല അവരെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അവര് വിശ്വാസികളാണ്. അപ്പോ അവര് എവിടെ, ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോ ഈ 17-ാമത്തെ അധ്യായത്തിൽ 28 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 2-3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ വിശ്വാസത്തിനെ കുറിച്ച് പറയാണ്. വിശ്വാസം എന്നുള്ളത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. നമുക്കറിയാം, നമ്മളൊരു ജീവാത്മാവ് എന്നുള്ളത് ഭൗതിക ലോകത്തിലേക്ക് പിറവി എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കൂടെ ഒരു ഉപായം കിട്ടും. എന്താണ്? ആ ജീവാത്മാവിന്റെ കൂടെ ഒരു പേരും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കും. എന്തായിരുന്നു? എന്ത് ജീവാത്മാവായി? നമ്മൾ ബദ്ധ ജീവാത്മാവ്, കണ്ടീഷൻഡ് സോൾ, കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് നമ്മൾ പറയില്ലേ, ചില മൊബൈലും ഇതിന്റെയൊക്കെ ഇൻസ്ട്രക്ഷൻ മേടിച്ചാൽ കാണും കുരുകുരാന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പോലെ കണ്ടീഷൻ സപ്ലൈ നമ്മൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ. ആ കണ്ടീഷൻസ് വായിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് ഒരുപാട് കണ്ടീഷൻസ് അപ്ലൈ ആണ് നമ്മൾ അല്ലെ. കണ്ടീഷൻഡ് ആണ് നമ്മള് ബദ്ധരാണ്. നമ്മൾ 14-ാമത്തെ അധ്യായം വിശദമായി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ബദ്ധരാകുന്നതെന്ന് പറഞ്ഞു അല്ലെ. ത്രിഗുണങ്ങളിൽ ബദ്ധരാകുന്നത് നമ്മൾ കണ്ടതാണ്.
ഇപ്പൊ സത്വഗുണം നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും സത്വഗുണത്തിൽ നമ്മൾ ബദ്ധരാവും. എന്തുകൊണ്ട്? എന്ത് കാരണം കൊണ്ടാണ്? സത്വഗുണത്തിൽ ജീവിക്കുന്ന ഒരാള്, അയാൾക്ക് തമോ ഗുണമില്ല, മോഡ് ഓഫ് ഇഗ്നറൻസ് ഇല്ല, അജ്ഞതയില്ല, അയാൾക്ക് മോഡ് ഓഫ് പാഷൻ, അയാൾക്ക് ഒരുപാട് സാധനങ്ങളുടെ അമിതമായ ആസക്തി ഇല്ല എന്ന് വിചാരിക്കുക, രജോ ഗുണമില്ല. അയാൾ സത്വഗുണത്തിലാണ്, എന്നാലും എന്നാലും അയാൾ ബദ്ധനാവും. എന്തുകൊണ്ട്? കാരണം സത്വഗുണത്തിലുള്ള ആൾക്ക് വേണ്ടത്ര ജ്ഞാനം ഉണ്ടാവും, വേണ്ടത്ര സന്തോഷം ഉണ്ടാവും, വേണ്ടത്ര സംതൃപ്തി ഉണ്ടാവും, അയാൾക്ക് വേണ്ടത്ര പ്രമാണിത്വമൊക്കെ ഉണ്ടാവും. മതി, ഈ 4 സാധനം തന്നെ മതി നമ്മളെ ബദ്ധരാക്കാൻ. അപ്പൊ നമ്മൾ ആ സന്തോഷം കൊണ്ട് നമ്മൾ വിചാരിക്കും ഞാൻ സന്തോഷവാനാണ്, എന്റെ ജീവിതം ഓക്കെയാണ്, എനിക്ക് ഭഗവാന്റെ പുറകെ ഒന്നും അധികം പോകേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ഒരുവിധം ഓക്കെ ആണല്ലോ, ഞാൻ ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്, ആ ഒരു ചിന്ത കയറി വരും. അപ്പോ ആ സന്തോഷം കൊണ്ട്, അയാളുടെ ആ സംതൃപ്തി കൊണ്ടും ആ പ്രമാണിത്വം കൊണ്ടും അയാൾ ബദ്ധരായിട്ട് എന്ത് പറ്റും? ബദ്ധജീവാത്മാവായിട്ട് വീണ്ടും ജന്മമൃത്യു ജരാവ്യാധി, വലിയ നാശമൊന്നും സംഭവിക്കില്ല, അതുപോലെ തന്നെ വീണ്ടും ജനിക്കും, അതുപോലെ ഒരു കുടുംബത്തിൽ അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും, വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. നമ്മൾ 84 ലക്ഷം തരം ശരീരങ്ങളിലൂടെയാണ് നമ്മുടെ ആത്മാവ് ജനനം എടുക്കുന്നത്, അല്ലെ? നമ്മുടെ ശാസ്ത്രം പറയുന്നു. ഈ 84 ലക്ഷം തരം ഉള്ളതിൽ ഏറ്റവും കൂടിയ നമ്പർ എത്രയാണെന്നറിയോ? 84 ലക്ഷം തരം ശരീരം നമുക്ക് കിട്ടും. അതില് 30 ലക്ഷം തരം മൃഗങ്ങളാണ്, അനിമൽസ് ആണ്. മനസ്സിലായില്ലേ? 20 ലക്ഷം തരം പ്ലാന്റ്സ് ആണ്, അതായത് സസ്യങ്ങളാണ്. 9 ലക്ഷം തരം എന്ന് പറയുന്നത് ജലജീവികളാണ്, അക്വാറ്റിക് ജീവികളാണ്. അതുപോലെ തന്നെ 11 ലക്ഷം തരം എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആൻഡ് റെപ്റ്റൈൽസ് ആണ്, ഉരകങ്ങൾ, ഈ ഇഴജന്തുക്കളൊക്കെയാണ്. 10 ലക്ഷം തരം എന്ന് പറയുന്നത് പക്ഷികളാണ്, 80ആയി. 4 ലക്ഷം തരമേ ഉള്ളൂ ബാക്കി മനുഷ്യന് വെച്ചിട്ടുള്ളൂ, 4 ലക്ഷം തരം. അപ്പൊ 84 ലക്ഷം തരം ശരീരത്തിലൂടെ നമ്മുടെ ആത്മാവ് കടന്നുപോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോ ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 4 ലക്ഷം തരം ചാൻസേ നമുക്കുള്ളൂ, ഏറ്റവും കുറവ് നമ്പറേ ഉള്ളൂ. അപ്പൊ ഈ 4 ലക്ഷം തരം ചാൻസ് എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ട് കിട്ടുന്നതാണ്. അതാണ് മനുഷ്യജന്മം, പുണ്യജന്മം നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം പോലും പാഴാക്കി കളയില്ല. അപ്പോ വളരെ പ്രഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം നമ്മൾ ആ ജന്മത്തിന്റെ ഉദ്ദേശത്തിന് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതാണ് ഭഗവാനും ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ജന്മത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ഡിസ്ക്രിമിനേറ്റിംഗ് ഇന്റലിജൻസ് ഉള്ളൂ. നമുക്ക് ഇന്റലിജൻസ് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? വിവേചിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യന് മാത്രമേ തന്നിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏകാദശി ആയിരുന്നു, അല്ലെ? ഏകാദശി ദിവസം നമ്മളിപ്പോ ഡിവോട്ടി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട്, നമ്മളല്ല ഞാൻ, ഡിവോട്ടി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏകാദശി ദിവസം അറിയാൻ സാധിക്കും നമ്മൾ ഇന്നതൊന്നും കഴിച്ചുകൂടാ, അല്ലെ? നവധാന്യങ്ങൾ കഴിച്ചുകൂടാ, നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാനേ പാടില്ല, നമ്മൾ വളരെ പറ്റുമെങ്കിൽ അന്ന് വ്രതം തന്നെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക, സാധനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, അപ്പൊ നമ്മുടെ വീട്ടിലൊരു നായയുണ്ട്, ഒരു പൂച്ചയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏകാദശി ദിവസം നമ്മൾ ആ ഒരു ജീവിക്ക്, അതിനിപ്പോ മീൻ കഴിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അത് ഒരു നോൺ വെജ് കഴിക്കുന്നതാണെങ്കിൽ അതിന് നമ്മൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിനൊരു കാറ്റ് ഫുഡ്, ഇപ്പൊ അതൊരു നോൺ വെജ് കാറ്റ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ആ പൂച്ച പറയുമോ എനിക്കിന്ന് വേണ്ട, ഇന്ന് ഏകാദശിയാണ്, കഴിഞ്ഞ ദിവസം അമ്മലക്ക് ഏകാദശി ആയിരുന്നു എന്ന് അത് പറയില്ല, അല്ലെ? വർത്താനം പറയാ അറിയാഞ്ഞിട്ടല്ല, അറിയാമെങ്കിലും അതിന് വേണമെങ്കിൽ അതിൻ്റെതായ ശബ്ദത്തിൽ അത് ഒബ്ജക്റ്റ് ചെയ്യുവോ? വേണ്ട, അല്ലെ? ഒന്നും പറയാതെ മാറി നിൽക്കുവോ? ഇല്ല. കാരണം എന്താ? അത് വിവേചിച്ചറിയാനുള്ള അവബോധം അതിനില്ല. അപ്പൊ ഈ 4 ലക്ഷം തരം മനുഷ്യരുണ്ട് എന്ന് പറയുന്നത് എന്ത് കാറ്റഗറിയിലാണ് നമ്മൾ ഈ 4 ലക്ഷത്തിൽ പെടുന്നത്? ഈ 4 ലക്ഷം തരം നമ്മൾ പെടുന്നത് അവബോധത്തിന്റെ ലെവൽ അനുസരിച്ചാണ്. അല്ലാതെ ആണ് പെണ്ണ്, കറുത്തത് വെളുത്തത്, സൗന്ദര്യം ഒന്നും നോക്കിയിട്ടല്ല. 4 ലക്ഷം തരത്തിൽ നമ്മൾ പെടുന്നത് അവബോധം എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണാവബോധം കൂടുന്നതനുസരിച്ച് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അവബോധം കുറയുന്നതനുസരിച്ച് നമ്മൾ മൃഗതുല്യമായ അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. ഞാൻ എന്തിനാ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ആഹാര നിദ്ര ഭയമൈഥുനം ച, അല്ലെ? ഹിതോപദേശം ശ്ലോകം നമ്മൾ പറയാറുണ്ട്. ആഹാര നിദ്ര ഭയമൈഥുനം ച, 4 കാര്യങ്ങളാണ്. സമന്വമേതത് പശുഭിർ സമാനാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മോ നഹീനാം പശുഭിർ സമാന എന്നാ പറയുന്നത് ഹിതോപദേശത്തില്. അതായത് ആഹാര നിദ്ര ഭയമൈഥുനം, ആഹാരം കഴിക്കുന്ന ഭക്ഷണം, നിദ്ര ഉറക്കം, ഭയം ഡിഫെൻഡിങ്, നമ്മൾ ഭയക്കുന്നുണ്ട്, അല്ലെ? അതിൽ വീട് കെട്ടി നമ്മൾ താമസിക്കുന്നു, നമുക്ക് ഭയമുണ്ട്. മൈഥുനം, നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, റീപ്രൊഡക്ഷൻ, പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ. ഇതെല്ലാം
ഇതെല്ലാം മൃഗങ്ങൾ ചെയ്യുന്നില്ലേ, അനിമൽസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈ 4 കാര്യങ്ങള്, ഈറ്റിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ് ആൻഡ് സ്ലീപ്പിംഗ്, ഈ 4 കാര്യങ്ങള് മൃഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നമ്മളും ചെയ്യുകയാണെങ്കിൽ, ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മള് എന്താണെന്നറിയോ? ദ്വിപാദ പശു. പശു എന്ന് പറഞ്ഞാല് സംസ്കൃതത്തില് മൃഗമാണ് അല്ലെ? ദ്വിപാദ പശു, നമ്മൾ ഇരുകാലി മൃഗമാകുന്നു. നമുക്കൊരു നമുക്കൊരു പ്രത്യേകതയുണ്ട്. മൂന്നാമത്തെ ലൈൻ അതിൽ പറയുന്നത് ധർമ്മോഹി തേഷാം അധികോ വിശേഷവും. അധികമായ വിശേഷം നമുക്കുണ്ട്. എന്താണ്? ധർമ്മം അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾക്കേ സാധിക്കുള്ളൂ, ധർമ്മം അപ്ലൈ ചെയ്യാൻ. അപ്പൊ നമുക്ക് ആ ധർമ്മചിന്ത, അതാണ് നമ്മുടെ ഡിസ്ക്രിമിനേറ്റിംഗ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റാനാവില്ല. തീയിൽ നിന്ന് ചൂടും വെളിച്ചവും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ധർമ്മം നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ അതിനെ മറന്നിട്ട് നമ്മൾ ഭൗതികമായ എൻജോയ്മെന്റിന് ഓടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഏകാദശി ദിവസം നമ്മളും ആ പറഞ്ഞ നായയുടെയും പൂച്ചയുടെയും പോലെ അന്ന് തോന്നിയത് കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ധർമ്മമായ നമ്മുടെ ആ അധികമായിട്ടുള്ള ഗുണം ഉപയോഗിക്കുന്നുണ്ടോ അന്ന്? ഇല്ല, അല്ലെ? അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇല്ലാത്തിടത്തോളം നമ്മൾ എന്തായി? ദ്വിപാദ പശുവാണ് നമ്മൾ. ആ മൃഗത്തിന്റെ, അപ്പൊ നമ്മുടെ അവബോധത്തിന്റെ ലെവൽ എവിടെ വന്നു? ഈ 4 ലക്ഷത്തിന്റെ ലോവർ ലെവലിൽ വന്നു. അങ്ങനെ കുറച്ചു കാലം നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ജന്മം താഴോട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. നമ്മൾ ഈ 4 ലക്ഷത്തിന്റെ മുകളിലേക്ക് വന്നാലേ നമുക്ക് സത്വത്തിലും ശുദ്ധ സത്വത്തിലും എത്തിയിട്ട് നമുക്ക് അവിടുന്ന് കരകയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കണം അന്ധകാലേച്ച മാമേവ സ്മരൺമുക്ത്വാ കളയവരം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ത്യകാലത്ത് നാമം ജപിച്ചാൽ ഇപ്പൊ ഞാൻ അടിച്ചു പൊളിക്കാം, എന്റെ മരണസമയം വരുമ്പോ ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലാം. ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് അറിയില്ലല്ലോ അടുത്ത നിമിഷത്തിൽ നമ്മുടെ കാര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആ ഒരു നമ്മുടെ ശാസ്ത്രം പറയുന്ന, ഭഗവാൻ പറയുന്ന ആ ഒരു ഇതിലേക്ക് ചെല്ലാനായിട്ട് നമ്മളത് നിത്യേന നമ്മുടെ പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പൊ പറഞ്ഞത് ഇതാണ്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നതെന്ന് 17-ാമത്തെ അധ്യായത്തിന്റെ 2-3 ശ്ലോകങ്ങളിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. എന്തായിരുന്നു ചോദ്യം? ശാസ്ത്രങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് ദൈവിക ഗുണങ്ങൾ ഉണ്ടെന്ന് ഭഗവാൻ 16-ൽ സമർത്ഥിക്കുന്നു. ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് ആസുരിക ഗുണങ്ങളാണ് ഉള്ളതെന്ന് ഭഗവാൻ സമർത്ഥിക്കുന്നു. അപ്പോൾ അർജുനന്റെ ചോദ്യം, ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ല, മറ്റെന്തിലെങ്കിലും വിശ്വാസമുണ്ട്, അവർക്ക് വിശ്വാസമുണ്ട് പക്ഷെ ശാസ്ത്രം പറയുന്നതിലല്ലെങ്കിൽ അവരെവിടെ കിടക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യായം 17-ൽ നിന്ന്. അങ്ങനെ 4-ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോ പറയുന്നു, വിശ്വാസം അനുസരിച്ച് ആരാധനയും വ്യത്യാസപ്പെടുന്നു. നോക്കണം. അപ്പൊ വിശ്വാസം, അല്ലെ, നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് സത്വരജോ തമോ ഗുണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ ആ വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ച് ആരാധന മാറും. ശരിയല്ലേ? അല്ലെ? ആരാധന മാറും. നമ്മൾ പലതരം ആരാധനകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇനി 5-6 ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്, ശാസ്ത്രത്തിൽ പറയാത്ത കാര്യങ്ങൾ തന്നിഷ്ടത്തിന് ചെയ്യുമ്പോൾ സ്വന്തമായിട്ടും ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെയും നമ്മൾ ദ്രോഹിക്കുകയാണ്. നോക്കണം നമ്മൾ ചെയ്യുന്ന ദ്രോഹം. നമ്മുടെ ഉള്ളില് ഒരു മലത്തിലെ പുഴുവായിട്ട് ജനിച്ചാൽ പോലും നമ്മുടെ ജീവാത്മാവിനോടൊപ്പം ആരുണ്ട്? ഭഗവാനുണ്ട്. ആലോചിക്കണം, നമ്മളാണ് ഭഗവാനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ട് ഒരു പുഴുവായിട്ട് ജനിക്കുമ്പോഴും ഭഗവാൻ വിടുന്നില്ല. ഭഗവാൻ പരമാത്മാവായിട്ട് ജീവാത്മാവായ നമ്മുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പരമാത്മാവിനെ കൂടെ കൊണ്ടുപോകുന്ന നമ്മളാണ് ശാസ്ത്രത്തിൽ പറയാത്ത ചില കാര്യം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉപവാസം എടുക്കുക. നമ്മൾ ശരീരത്തിനെ ദണ്ണിപ്പിക്കുകയാണ്, ആഹാരം കൊടുക്കുന്നില്ല. ഏകാദശിയൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു ആവിർഭാവ ദിനോ ഇതൊന്നും അല്ല. അല്ലാത്തൊരു ദിവസം നമുക്കൊരു ഉദ്ദേശം നടക്കണം, രാഷ്ട്രീയപരമായ നമുക്ക് ചില ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും പന്തലേറ്റി ഉപവസിക്കുക, ശരീരത്തിനെ ദണ്ണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് ശാസ്ത്രവിധി പ്രകാരം അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും ദണ്ഡിക്കപ്പെടുന്നു, ഒപ്പം തന്നെ പരമാത്മാവിനും ആ വേദന ഉണ്ടാകും. അപ്പൊ ഇത് നല്ല കാര്യമല്ല, അതിന്റെ പാപം നമുക്ക് വരുന്നുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇനി 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട് ആഹാരം. അപ്പോ ആരാധന സത്വഗുണത്തില്, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. സത്വഗുണത്തിലുള്ള ആരാധനയിൽ ദേവതകളെ ആരാധിക്കും ആൾക്കാർ. രജോ ഗുണത്തിലുള്ള ആരാധനയിൽ അസുരന്മാരെ ആയിരിക്കും ആരാധന. അതിന്റെ തമോ ഗുണത്തിലാകുമ്പോ ഭൂതപ്രേതാദികളെ ആരാധിക്കും. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? പറയുമ്പോ മനസ്സിലാവും. അപ്പൊ ആരാധനയുടെ രീതി മാറി. ഇനി പറയുന്നു,
7, 8, 9, 10 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് ആഹാരവും 3 മോഡ്സ് അനുസരിച്ച് മാറും. ആഹാരവും മാറും. അത് തന്നെയാണ് അർജുനന്റെ ചോദ്യം. ഈ 3 ഗുണങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ഇത് മാറുന്നതെന്ന്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കരുത്, നമ്മളെ ഇതിൽ എവിടെ കൊണ്ടിടാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആഹാര രീതികൾ മാറുന്നതനുസരിച്ച് സത്വഗുണത്തിലായി ആണെങ്കിൽ നമ്മൾ ദീർഘായുസ്സിന് വേണ്ട ആഹാരങ്ങൾ കഴിക്കുന്ന പറയും. ശുദ്ധീകരണം നൽകുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കും. ശരീരത്തിന് ശുദ്ധീകരണം, മനസ്സിന് ശുദ്ധീകരണം നൽകുന്നത്, നിലനിൽപ്പിന് വേണ്ടത് കഴിക്കും. ബലം നൽകുന്നത്, ആരോഗ്യം, സന്തുഷ്ടി, സംതൃപ്തി ഇതെല്ലാം നൽകുന്നത്, പ്രീതികരമായത്, ആസ്വാദ്യകരമായതെല്ലാം നമ്മൾ കഴിക്കും. എവിടെ? സത്വഗുണത്തിൽ നിൽക്കുമ്പോൾ. ആശ്രിക ഗുണത്തിലാണെങ്കിൽ നമ്മുടെ ആഹാരം പൊതുവെ കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, നല്ല എരിവ്, വരണ്ടത്, ഇങ്ങനെയുള്ള ആഹാരങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആ ആഹാരങ്ങൾക്ക് നമ്മൾക്ക് രോഗവും ദുഃഖവും തരാനുള്ള കഴിവുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. തമോ ഗുണത്തില് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് പാചകം ചെയ്ത് പഴകിയ ആഹാരം കഴിക്കാൻ വലിയ താല്പര്യമായിരിക്കും. ആഹാരം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ, പ്രസാദം വയ്ക്കുന്നതിനെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രസാദം നമ്മൾ കളയാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിറ്റേന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് പ്രസാദമാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ആഹാരം വയ്ക്കാനുള്ള മടി കൊണ്ട് ചിലപ്പോൾ കുറെ ആഹാരം വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ച് 13 23 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാക്കിയൊക്കെ ഉപയോഗിക്കാം. അത് തമോ ഗുണത്തിലുള്ള നമ്മളുടെ ഒരു ശീലമായി മാറും. സ്വാദില്ലാത്ത ആഹാരം നമ്മൾ കഴിക്കും. ദുർഗന്ധമുള്ള ആഹാരം, ഉച്ഛിഷ്ടം, തൊടാൻ കൊള്ളാത്തത്, ഇതെല്ലാം കഴിക്കുന്നതാണ് 7, 8, 9, 10 ശ്ലോകങ്ങൾ പറയുന്നത്. ഇനി 11 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു യജ്ഞങ്ങളെ കുറിച്ച്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണെല്ലാം യജ്ഞങ്ങൾ. അപ്പൊ അവിടെ പറയുന്നത് എന്ന് വെച്ചാൽ സത്വഗുണത്തിലുള്ള ഒരു വ്യക്തി വേദവിധിപ്രകാരമുള്ള യജ്ഞങ്ങൾ ചെയ്യും. ഫലോദ്ദേശമില്ലാതെ സശ്രദ്ധം അദ്ദേഹം യജ്ഞങ്ങൾ ചെയ്യും, ഫലം ഉദ്ദേശിക്കാതെ. അതേസമയം രജോ ഗുണത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഭൗതിക ലാഭത്തിന്, ഗർവ് കിട്ടാനായിട്ടായിരിക്കും. ഒരു കാര്യം ചെയ്യുന്നതിൽ എന്ത് ക്രെഡിറ്റ് എനിക്ക് കിട്ടും, എനിക്ക് എന്ത് പേരുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ഫലം എനിക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭൗതിക ലാഭം വെച്ചിട്ടായിരിക്കും. തമോ ഗുണത്തിലാണെങ്കിലോ വേദവിധികൾ അനുസരിക്കില്ല, പ്രസാദ വിതരണം ഉണ്ടാവില്ല. ഒരു ചടങ്ങ് നടക്കും, പക്ഷെ അവിടെ ഒരു പ്രസാദം വിതരണം ചെയ്യില്ല, മന്ത്രോച്ചാരണം ഉണ്ടാവില്ല, ഒരു പൂജാരിയെ വിളിച്ചാൽ അദ്ദേഹത്തിന് ദക്ഷിണ നൽകുമ്പോൾ കൊടുക്കില്ല, വിശ്വാസമേ ഉണ്ടാവില്ല. ഒരു ചടങ്ങിന് നടത്തുന്നു. ഇപ്പോ ചിലപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ വീടിന് ഹൗസ് വാമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പൂജകളൊക്കെ നടത്തും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അതില് ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്നത് കണ്ടു. അദ്ദേഹത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അദ്ദേഹം ഒരു വളരെ ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം കണ്ടു എല്ലായിടത്തും ഹൗസ് വാമിങ്, വീട് താമസം നടക്കുമ്പോൾ ഒരു പൂജ പോലെ നടക്കുന്നു. അപ്പൊ അതൊരു ചടങ്ങല്ലേ, അദ്ദേഹം അതിനും പൈസ കൊടുത്ത് ആളെ കൊണ്ടൊന്നും ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു വിശ്വാസമില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന, വിശ്വാസമില്ലാതെ ചെയ്തുകൊണ്ട് ഒരു ഫലവും അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ഫലവും ലഭിക്കാൻ, ചിലപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാവില്ല, വരുന്ന ആൾക്കും ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, അവിടെ നിൽക്കുന്നവർക്കും വിശ്വാസം ഉണ്ടാവില്ല. ഒരു കാര്യം അതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത്. ഈ 14, 19 ശ്ലോകങ്ങൾ പറയുന്നത് തപസ്യകളെ കുറിച്ചാണ്. തപസ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന, അതായത് ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ്, അല്ലെ, മനസ്സാ വാച കർമ്മണ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് തപസ്യകൾ. ആ തപസ്യകള് സത്വഗുണത്തിലാണെങ്കിൽ അതീന്ദ്രിയമായ വിശ്വാസത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. ഭഗവാൻ പറയുന്നതിലൊക്കെ വിശ്വാസം ഉണ്ടാവും, ഭഗവത്ഗീതയുടെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടാവും. ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ ആയിരിക്കും ചെയ്യുന്നത്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭൗതികമായി ഒന്നും നേടാനല്ല, ഞാൻ എന്റെ ആത്മാവ് എന്താന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ശരീരമല്ല, ഇത് സ്ഥൂല ശരീരമാണ്, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ ശരീരമാണ്, ഇത് പ്രകൃതിയിൽ ലയിച്ചു പോകും. ഞാൻ എന്ന് പറയുന്നത് നശ്വരമല്ലാത്ത, അനശ്വരമായ, എറ്റേണൽ ആയിട്ടുള്ള ജീവാത്മാവാണ് ഞാൻ. ന ജായതേ മ്രിയതേ, 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അതായത് ഒരിക്കലും നശിക്കുന്നില്ലാത്തൊരു ആത്മാവായ ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അതീന്ദ്രിയമായ കാര്യങ്ങളിൽ വിശ്വാസം നമുക്കുണ്ടാവും. ഭൗതിക നേട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പരമപുരുഷന് വേണ്ടി മാത്രമായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓം തത്സത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രജസ്സിലാണെങ്കിൽ അഹങ്കാരം കൊണ്ടായിരിക്കും കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. എന്താ അത് നടക്കണില്ലേ, മാറിക്കോ, ഞാൻ ചെയ്യാം, അത്, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ആ ഒരു ഇത്. അപ്പൊ നമ്മളിത് അനലൈസ് ചെയ്യണം. നമ്മളത് പറയുന്നത് ഞാൻ, അല്ലെ,
അതിന് നമ്മൾ പറയാണ്, ഞാൻ ശ്രമിക്കാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് സാധിക്കാം. നമ്മൾ പറയണം. അത് പറയുമ്പോ തന്നെ നമുക്ക് ആ ഹ്യൂമിലിറ്റി, ഏറ്റവും ബെസ്റ്റ് ഒരു 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 ഡിവോട്ടിക്ക് വേണ്ട ക്വാളിറ്റിയാണ് ഹ്യൂമിലിറ്റി, വിനയം എന്ന് പറയുന്നത്. അപ്പൊ അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പറയുക തന്നെ വേണം. പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ വിനയം നമ്മൾക്ക് കൈവരുന്നുള്ളതാണ്. ബഹുമതി ആരാധന നേടുവാനായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് രജോ ഗുണത്തിലുള്ള തപസ്യാണ്. നമുക്ക് ബഹുമതി വേണം, അതിനുവേണ്ടി നമ്മൾ ചെയ്യും, അതിന് കിട്ടാൻ. ഇപ്പൊ നമ്മളൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞു, നമ്മളൊരു മെസ്സേജ് രാവിലെ എടുത്ത് ഫോർവേഡ് ചെയ്യാം, എല്ലാവരും നോക്കുന്നത് എങ്ങനെ ഒരു വെറൈറ്റി മെസ്സേജ് അയക്കാം, എത്ര ലൈക്ക് കിട്ടും എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. അപ്പോ ഞാനൊരു മെസ്സേജ് ഇട്ടു, ആ മെസ്സേജിന് എത്ര തമ്പ് കിട്ടി, ആദ്യം തമ്പ് അടിക്കുന്നില്ല, ആകെ ഗ്ലൂമിയായി, അല്ലെ, മ്ലാനമായി. കുറെ പേര് കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമായി. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അവിടെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുമതികൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നമുക്ക് നമ്മളിട്ട മെസ്സേജിന് വലിയ ലൈക്ക് കിട്ടിയില്ല, വേറൊരാള് ഇട്ട മെസ്സേജിന് കൂടുതൽ ലൈക്ക് കിട്ടി, അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അസൂയയുമുണ്ട്, നമുക്ക് വേണ്ടാത്ത ഷഡ്വൈരികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് പാടില്ല. രജോ ഗുണത്തിൽ അതുപോലെ തന്നെ ക്ഷണികമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഓടി നടക്കുന്നുള്ളതാണ്. ഇനി തമോ ഗുണത്തിലാണെങ്കിലോ മൂഢബുദ്ധി മൂലം പീഡനം, സ്വയം പീഡനം അനുഭവിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അന്യരെ പരിക്കേൽപ്പിക്കാൻ, നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തപസ്യകളിൽ പെടും. ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിലുള്ള. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ 20 22 വരെയുള്ള ശ്ലോകം, 20, 21, 22 ശ്ലോകം പറയുന്നത് ദാനങ്ങളെ കുറിച്ചാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് ദാനങ്ങൾ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സത്വഗുണത്തിലാണെങ്കിൽ നമ്മൾ കർത്തവ്യം എന്ന ബോധത്തോടെ ആയിരിക്കും ദാനം ചെയ്യുക. നമ്മളൊരു കാര്യം, ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഞാനൊരു ഭഗവാന്റെ ഒരു അംശമായ ജീവാത്മാവ് ആയതുകൊണ്ട്, ഒരു ഭഗവത് അംശമായ എനിക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന കാര്യം, ഒരു ദാനം, അത് ജ്ഞാനത്തിന്റെ ദാനമായിക്കോട്ടെ വസ്തുവകകളായിക്കോട്ടെ, ഞാൻ ഈ ദാനം ചെയ്യാന്നുള്ള എന്റെ കർത്തവ്യമാണ്. അല്ലാണ്ട് എനിക്ക് ഇതിന്റെ പേര് വരാനല്ല ഞാൻ ചെയ്യുന്നത്. അതാണ് സത്വഗുണത്തിലതാണ്. പ്രതിഫലേച്ഛ കൂടാതെ, ഒന്നും റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല, അതാണ് സത്വഗുണത്തിലുള്ള ദാനം. ഉചിതമായ സ്ഥലത്ത് ഉചിതമായ കാലത്ത് ഉചിതമായ വ്യക്തിക്ക് കൊടുക്കുന്നതാണ് സത്വഗുണത്തിലെ ദാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് പേരുണ്ടാക്കാൻ നമ്മൾ ഉചിതമല്ലാത്ത സമയത്ത് ഉചിതമല്ലാത്ത സ്ഥലത്ത് പോയി ഉചിതമല്ലാത്തൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് നമ്മൾ കയ്യടി വാങ്ങിക്കാനാണെങ്കിൽ അത് അപ്പുറത്തേക്ക് പോകും, രജോ ഗുണത്തിലോ തമോ ഗുണത്തിലേക്ക് പോകുന്ന ഞാൻ. രജോ ഗുണത്തിലാണ് ഈ പറയുന്നു, ഫലോദ്ദേശത്തോടെ, പ്രത്യുപകാര പ്രതീക്ഷയോടെ, പൂർണ്ണ സമ്മതമില്ലാതെ. നമുക്കൊരു ദാനം കൊടുക്കേണ്ടി വരുന്നത് എല്ലാവരും കൊടുക്കുന്നു, ഞാനും കൊടുക്കാം, മനസ്സ് പൂർണ്ണം സമ്മതത്തിലല്ല, അല്ലെങ്കിൽ പിന്നെ 4 പേരെ കാണിക്കാനായിട്ട്. അതൊക്കെയാണ് രജോ ഗുണത്തിൽ, പേര് പ്രശസ്തിക്ക് വേണ്ടിയിട്ട്. തമോ ഗുണത്തിലാണെങ്കിൽ ഉചിതമല്ലാത്ത കാലത്ത് ഉചിതമല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അവിശുദ്ധമായ സ്ഥലത്ത് അനർഹരായവർക്ക് ആദരം കൂടാതെ അവജ്ഞയോടെയൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നു, എന്തെങ്കിലും ആവട്ടെ ഇതാ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് തമോ ഗുണത്തിലുള്ള ദാനമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 17-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടത്. ഇന്ന് 25-ാം ശ്ലോകമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 22 വരെയുള്ളതിന്റെ സമ്മറി ആണ് ഞാൻ 16-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി 23-ാം ശ്ലോകം 22-ാം ശ്ലോകം വരെയാണ് ഇപ്പൊ പറഞ്ഞത്. 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഓം തത് സത് എന്ന് പറയുന്നു, അല്ലെ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ എന്ത് ക്ലാസ് എടുക്കണായാലും എന്ത് ചൊല്ലണതിന് മുന്നേ നമ്മൾ എപ്പോഴും എന്ത് പറയും? ഓം തത് സത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ തന്നെ തുടങ്ങണം എല്ലാവരും. എന്താണ് അതിന്റെ അർത്ഥം? ഓം തത് സത് എന്തിനെ സൂചിപ്പിക്കുന്നു? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സൂചിപ്പിക്കുന്നു. 23-ാം ശ്ലോകത്തിന് പറഞ്ഞിട്ടുണ്ട് അത് എവിടെ നിന്നാണ് ഈ ഓം തത്സത് എടുക്കുന്നത്. ഈ ഓം തത്സത് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയൂ? പ്രഭാതര് പറഞ്ഞിട്ടുണ്ട്, അത് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓം തത്സത് എന്തുകൊണ്ടാണ് നമ്മൾ പിന്തുടരുന്നത്? നമ്മൾ എന്ത് പറയുമ്പോഴും ആദ്യം ഓം തത്സത്. ഓം തത്സത് എന്ന് പറഞ്ഞാൽ പരമദിവ്യത്വമായ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ സ്മരിക്കുന്നത്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ആര് പറഞ്ഞത് കൊണ്ടാണ്, എവിടെ നിന്നാണ് നമുക്ക് വന്നതെന്നറിയും? ഇത് പറഞ്ഞത് ആദ്യത്തെ ജീവാത്മാവാണ്. ആരാണ് ആദ്യത്തെ ജീവാത്മാവ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ സൃഷ്ടിക്കപ്പെട്ടു, അല്ലെ? സർഗ സൃഷ്ടി നടന്നു, പിന്നെ വിസർഗ സൃഷ്ടിയാണ് ബ്രഹ്മാവ് ചെയ്തത്. അപ്പൊ ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചപ്പോ ഭഗവാനെ സംബോധന ചെയ്താണ് ഓം തത്സത്. ആ ബ്രഹ്മാവ് സംബോധന ചെയ്തപ്പോ അത് ഋഷിവര്യന്മാരും പിന്നെയുള്ള പിന്തുടർച്ചക്കാരെല്ലാം പിന്നെ അത് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ ഓം തത്സതിനെ തുടങ്ങുന്നത്. 23-ാമത്തെ ശ്ലോകത്തിന്റെ പർപ്പറ്റില് പ്രഭാതർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഋഗ്വേദത്തിൽ നിന്നും ചാന്തോക്യോപനിഷത്തിൽ നിന്നുമാണ് ഈ ഓം തത് സത് 3 ശ്ലോകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള 3 വാക്കുകളാണ്. ഒന്നാമത്തെ ഋഗ്വേദത്തിൽ നിന്നുള്ള ഒരു ശ്ലോകത്തിൽ നിന്നാണ് ഓം എടുത്തിരിക്കുന്നത്. ചാന്തോക്യോപനിഷത്തിൽ നിന്നുള്ള ഒരു ശ്ലോകത്തിൽ നിന്നാണ്
തത് എടുത്തിരിക്കുന്നത്, പിന്നെ സത് എടുത്തിരിക്കുന്നത് ചാന്തോക്യോപനിഷത്തിലെ മറ്റൊരു ശ്ലോകത്തിലാണ്. അപ്പൊ അത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ഓം തത്സത്. ഓം തത്സത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, ആദി കാരണഭൂതനായ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, അല്ലെ ബ്രഹ്മസംഹിത പറഞ്ഞ ആ സർവകാരണങ്ങൾക്കും കാരണമായ മറ്റൊരു, അതാണ് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്. നിരപേക്ഷ സത്യമാണ്, ആപേക്ഷികമായിട്ട് ഒന്നുമില്ല. നമ്മളൊക്കെ ആപേക്ഷികമാണ്, അല്ലെ. നമ്മുടെ എന്തിനെങ്കിലും അപേക്ഷിച്ച് നമുക്ക് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തിനെങ്കിലും റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കേണ്ടി വരും. സൗന്ദര്യമായാലും ജ്ഞാനമായാലും എന്തായാലും സമ്പത്തായാലും എന്തിനെങ്കിലും അപേക്ഷിച്ച്, അയാൾക്ക് സൗന്ദര്യമുണ്ട് എന്തിനെ അപേക്ഷിച്ച്, മറ്റേയാളെ അപേക്ഷിച്ച്, അല്ലെ. സമ്പത്തുണ്ട് എന്തിനെ, അതിനെ മറ്റേയാളെ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഭഗവാൻ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. ഭഗവാൻ എല്ലാത്തിന്റെയും അചിന്ത്യമായ സ്രോതസ്സാണ്, അചിന്യമാണ്, സ്രോതസ്സാണ്, എല്ലാം അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ ഓം തത്സത്തില് തൊട്ട് മുന്നത്തെ ശ്ലോകത്തില് ഓമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 25 ഭഗവാൻ പറയുന്നത് ഈ തത് എന്നുള്ളതാണ്. അപ്പൊ തത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫലോദ്ദേശമില്ലാതെ എന്നുള്ളതാണ്, മനസ്സിലോർക്കുക. ഇന്നത്തെ നമ്മുടെ ആ ശ്ലോകത്തിന്റെ മെയിൻ കാര്യം ഓം തത്സത്തിലെ തത്താണ്. തത് എന്ന് പറഞ്ഞാൽ ഫലോദ്ദേശമില്ലാതെ. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഓം തത്സത് പറഞ്ഞിട്ട് ചെയ്യുക. ഓം തത്സത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ ഓർക്കുന്നു. അതിന് തുല്യമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് ദിവസവും. എന്താ ചെയ്യുന്നതെന്നറിയോ? ഓം തത്സത് നമ്മൾ ചെയ്യുന്നുണ്ട്, ദിവസവും നമ്മൾ ചൊല്ലുന്നുണ്ട് ഇഷ്ടം പോലെ തവണ. എന്താണത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് തന്നെയാണ് ഓം തത്സത്. ഇത് തന്നെയാണ് ഭഗവാൻ. നാമരൂപേണേ ഭഗവാനുണ്ട്, അല്ലെ. ഇതെല്ലാം ഭഗവാനാണ്. ഗ്രന്ഥരൂപേണ ഭഗവാനുണ്ട്. ഭഗവത്ഗീത നമ്മൾ തൊട്ടു, അതും ഭഗവാനാണ്. അപ്പൊ ഈ തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലോദ്ദേശമില്ലാതെ എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെയും കീർത്തനത്തിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളിപ്പോ നേരത്തെ കണ്ടു, അല്ലെ, നമ്മള് ഒരുപാട് വിശ്വാസങ്ങൾ, അല്ലെ, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ 17-ാം അധ്യായത്തിന്റെ ആ റീക്യാപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞു വിശ്വാസം ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ വിശ്വാസങ്ങൾ ത്രിഗുണങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദേവതകളെ ഉപാസിക്കും, അസുരന്മാരെ ഉപാസിക്കും, പ്രേതാദികളെയൊക്കെ ഉപാസിക്കുന്നതെല്ലാം നമ്മളുടെ സത്വരജോ തമോ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ആരാധന ആശ്രയിക്കുന്ന പോലെ തന്നെ, വിശ്വാസം പോലെ തന്നെ ആരാധന മാറി, അല്ലെ. ആരാധനയുടെ കാര്യം പറഞ്ഞു. പിന്നെ ആഹാരം, പിന്നെ യജ്ഞങ്ങള്, തപസ്സുകള്, ദാനം. 4 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ആഹാരം എങ്ങനെ മാറുന്നു അതനുസരിച്ച്, അതുപോലെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങൾ എങ്ങനെ മാറുന്നു, തപസ്യകൾ എങ്ങനെ മാറുന്നു, അതുപോലെ തന്നെ ദാനകർമ്മങ്ങൾ എങ്ങനെ മാറുന്നു നമ്മൾ കണ്ടു. അപ്പോ ഈ മാറ്റങ്ങളെല്ലാം ഈ കലിയുഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിച്ചു പോകുന്നുണ്ട്, അല്ലെ. അപ്പൊ ഇതിലൂടെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാപങ്ങൾ വന്ന് കയറുന്നുണ്ട്, അല്ലെ. അപ്പൊ ഈ ഓം തത്സത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, ഓം തത്സത് ഉരുവിട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയെല്ലാം ലഘൂകരിച്ചു തരും. നമ്മുടെ ആ പാപങ്ങളെ ലഘൂകരിച്ചു തരും. അതുപോലെ തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഹരിനാമ സങ്കീർത്തനവും നമ്മൾ ചെയ്യുമ്പോൾ ഈ പല രീതികളിൽ സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ട് നമ്മൾക്ക് വന്നുപെടുന്ന നമ്മളുടെ യജ്ഞങ്ങളിൽ, നമ്മളുടെ തപസ്യകളിൽ, നമ്മളുടെ ദാനങ്ങളിൽ, നമ്മുടെ ആഹാരത്തിലെല്ലാം വന്നുപെടുന്ന ദോഷങ്ങൾ കുറേശ്ശെയായിട്ട് ദൂരീകരിക്കപ്പെടും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഈ ഒരു ഇതിന്റെ ഉദ്ദേശം മെയിനായിട്ട് പറയുന്നത്. അപ്പോ തത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓർത്തിരിക്കുക, ഫലോദ്ദേശം ഇല്ലാതെ, വിത്തൗട്ട് ഡിസയർ എന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ, അതായത് ആഗ്രഹിക്കാതിരിക്കുക എന്നാണ്, ഡിസയർ ഇല്ലാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആഗ്രഹിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഈസി ആണോ? അല്ല, അല്ലെ. എനിക്ക് യാതൊരുവിധ ആഗ്രഹവും വേണ്ട എന്ന് പറയുന്നതിന് ഒരു ആഗ്രഹമാണ്, അല്ലെ. ശരിയല്ലേ? ഇന്ന് വിചാരിക്കാം ഓക്കെ, എനിക്ക് യാതൊരു ആഗ്രഹവും വേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. അതും ഒരു ആഗ്രഹമാണ്, ശരിയല്ലേ? അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ആഗ്രഹം ഒഴിവാക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അല്ലെ. കൺസർവേഷൻ ഓഫ് എനർജി പറയുന്ന പോലെ, അല്ലെങ്കിൽ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ, അല്ലെ. എനർജി ക്യാൻ നെയ്തർ ബി ഡിസ്ട്രോയിഡ് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ കൺവേർട്ട് ഫ്രം വൺ ഫോം ടു അനദർ, അല്ലെ. സെയിം തന്നെ അപ്ലൈ ചെയ്യുക. അതാണ് ഭഗവാനും പറയുന്നത്. എന്ത് ചെയ്യാം? നമുക്ക് കയ്യിലുള്ള ആഗ്രഹങ്ങൾ എന്താണ്? നമ്മുടെ എന്ത് തരം ആഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാം കൂടുതൽ?
ഭൗതിക ആഗ്രഹങ്ങളാണ് നമ്മളിൽ, അല്ലെ? ഭൗതിക ആഗ്രഹങ്ങളെ എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യണം. എന്താക്കി മാറ്റണം? ഇത് ഇല്ലാണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. നമ്മുടെ മനസ്സിനെ ഇന്ന് ഞാൻ ബ്ലാങ്ക് ആക്കി വെക്കാൻ പോവാന്ന് വിചാരിക്കും. പറ്റുമോ? നടക്കുന്ന കാര്യമല്ല, അല്ലെ? അപ്പൊ നടക്കുന്ന കാര്യം ചെയ്യണം. അതാണ് പ്രഭാതരെ നമ്മളോട് പറയുന്നത്. നിങ്ങൾ ചാണ്ടി ഉറക്കുറക്കെ ചാണ്ടി ചെയ്യാൻ പറയുന്നത്. എന്താ? നമ്മൾ നിശബ്ദമായ ഒരു സ്ഥലത്ത് നിന്ന് മനസ്സിനെയൊക്കെ എംപ്റ്റി ആക്കിയിട്ട് അങ്ങനെ ഒരു നിശബ്ദതയിൽ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവരാനൊക്കെ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് നടന്നൊന്നും വരില്ല. ഉറക്കെ നമ്മൾ ജപിക്കുക. 4 പേർക്ക് ഗുണമുണ്ട്, ചുറ്റുമുള്ള പല അണുക്കൾക്ക് ഗുണമുണ്ട്, സസ്യങ്ങൾക്ക് ഗുണമുണ്ട്, മൃഗങ്ങൾക്കെല്ലാം അതിന്റെ ഗുണം കിട്ടും. നമ്മുടെ ആ ജപം കേട്ടിട്ട് നമുക്കും ഗുണം കിട്ടും, നമ്മളും അത് ശ്രമിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളെല്ലാം എന്താക്കി മാറ്റണം? ഓം തത്സത് ഉപയോഗിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉപയോഗിച്ചിട്ടെല്ലാം അതിനെയൊക്കെ എന്ത് ചെയ്യണം? സ്പിരിച്വൽ ആക്കി മാറ്റുക. അപ്പൊ നമുക്ക് ഭഗവാൻ അതീന്ദ്രിയനാണ്, അല്ലെ? നമുക്കറിയാം ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണ്. നമ്മൾ ഭഗവാന് പല കാര്യങ്ങളും നിവേദിക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ഭഗവാന് പലതും സമർപ്പിക്കുന്നു. ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നു. ഭഗവാൻ ഇത് കിട്ടിയിട്ട് വേണോ ആഹാരം കഴിക്കാൻ? വേണ്ട. പക്ഷെ നമ്മൾ എന്തിനാണ് അത് ഭഗവാന് കൊടുക്കുന്നത്? പിന്നെ നമ്മൾ എന്താണ് കൊടുക്കണില്ല? ഭഗവാൻ ഇത് കിട്ടിയിട്ട് ആവശ്യമില്ലെന്നല്ലേ പറയുന്നത്. എന്നാൽ നമ്മൾ ഇനി മുതൽ ഭഗവാനൊന്നും കൊടുക്കില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പോവാം. ഭഗവാൻ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെയാണോ? അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ നിവേദ്യം കൊണ്ട് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു? നമ്മൾ ഭഗവാന് ആഹാരം കൊടുക്കുന്നു. എന്തായിരിക്കും? ഞാനൊരു വേറൊരു രീതിയിൽ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചുണ്ട്, അല്ലെങ്കിൽ വീട്ടില് വലിയ വലിയ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് വീട്ടില്. ഒരു വീട്ടമ്മ ആഹാരം ഉണ്ടാക്കി. വീട്ടമ്മ ആഹാരം ഉണ്ടാക്കിയിട്ട് വിചാരിക്കുകയാണ്, ഞാൻ ഈ ആഹാരം കഴിക്കാം എന്ന് വിചാരിക്കോ? ഇല്ല. എന്ത് വിചാരിക്കും മനസ്സില്? മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെ? ആ കൊടുക്കുന്നത് കൊണ്ട് എന്ത് കിട്ടും? പൈസ കിട്ടുമോ വീട്ടമ്മയ്ക്ക്? ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് സ്വന്തം കുഞ്ഞിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് സ്വന്തം ഭർത്താവിന് അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മയ്ക്ക് കൊടുക്കുന്ന ഹാപ്പിനെസ് തന്നെ ആയിരിക്കോ ഒരു സ്ട്രേഞ്ചർക്ക് കൊടുക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ്? വ്യത്യാസം ഉണ്ടാവോ? ഉണ്ടാവോ? സത്യസന്ധമായിട്ട് പറയുക, വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായും, അല്ലെ? സ്വന്തം കുഞ്ഞിനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സും നമ്മളൊരു സ്ട്രേഞ്ചർക്ക് കൊടുക്കുമ്പോൾ ഉണ്ട ഹാപ്പിനെസ്സും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് അത് വ്യത്യാസം വരുന്നു? നമ്മൾ രണ്ടുപേർക്കും ആഹാരം കൊടുത്തല്ലോ, അപ്പൊ നമുക്കൊരു സന്തോഷം വരണ്ടേ? അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? എന്താണ് അവിടുത്തെ? യെസ്. അവിടെ എന്റെ എന്നല്ല, അവിടെ കറക്റ്റ് ആണത്, അതെ. പക്ഷെ അവിടെ ഒരു എന്തുണ്ട്? സ്നേഹബന്ധം, അല്ലെ? നമ്മുടെ സ്നേഹം, അതായത് അവിടെ ഒരു കാര്യം നടന്നു. ഇപ്പൊ നമ്മളൊരു ഇതില് ഈ വയറില് തൊട്ട് ഇതിൽ കറണ്ട് ഇല്ല, പക്ഷെ എന്തെങ്കിലും ഇപ്പൊ കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഹരീഷ് മുമ്പ് അവിടുന്ന് പ്ലഗ് എങ്ങാനും ഇതിൽ കുത്തിയ ഞാനിവിടെ തൊട്ട് ഇവിടെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് കറണ്ട് അടിക്കും, അല്ലെ? എന്തുകൊണ്ട് കറണ്ട് അടിക്കുന്നു? അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഞാൻ തൊട്ടാ അടിക്കും. അപ്പൊ കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിന്റെ ഒരു കറണ്ട് ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു ഒരു കുട്ടി, ഒരു അമ്മയും മകനും, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് മക്കൾ, ആ അടുത്ത ബന്ധമുള്ളവർ, നമ്മൾ ഒരു സ്നേഹബന്ധം നമ്മൾ കാണുന്നില്ലേ? വൈദ്യുതി നമുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെ അതവിടെ ഉണ്ട്. ആ തരംഗത്തിൽ നമ്മൾ അതിന്റെ ഒരു വിനിമയമാണ് ആ ആഹാരത്തിലൂടെ ചെയ്യുന്നത്. ആ പ്രസാദം അപ്പൊ ഒരു അമ്മ ഉണ്ടാക്കുമ്പോൾ എന്റെ കുട്ടിക്ക്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്, അല്ലെങ്കിൽ അച്ഛന്, അമ്മയ്ക്ക്, ഭാര്യയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ആ സന്തോഷം വരുന്നത് ആ സ്നേഹത്തിന്റെ വിനിമയം അവിടെ നടക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായി? അതുപോലെ തന്നെ നമ്മൾ ഭഗവാന് സ്നേഹത്തിന്റെ വിനിമയമാണ് അവിടെ ചെയ്യുന്നത്. നമ്മളുടെ ഉണ്ടാക്കി സ്നേഹത്തോടെ, നമുക്ക് അറിയാം ഭഗവാന് അതീന്ദ്രിയനാണ്. ഭഗവാന് ഭൗതികമായ ഒന്നും ഭഗവാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൗതികമായ ഒരു നിവേദ്യം ഉണ്ടാക്കിയിട്ട് ഓം തത്സത് ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നു. നിവേദ്യ മന്ത്രം ചൊല്ലി നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് അതീന്ദ്രിയമായി മാറുകയാണ്. അത് പ്രസാദമാക്കി തരുന്നു ഭഗവാൻ. ഭഗവാൻ അതിൽ നിന്ന് ക്വാണ്ടിറ്റി ഒന്നും കുറയില്ല. ഭഗവാൻ സമ്പൂർണനാണ്, ഭഗവാൻ സാച്ചുറേറ്റഡ് ആണ്, ഭഗവാൻ അതിൽ നിന്നും ഫിസിക്കലി ഒന്നും കുറയില്ല. പക്ഷെ ഭഗവാൻ അതിൽ നിന്നും ആ പാപത്തെ എടുത്തു മാറ്റി നമുക്ക് തരുന്നു. അതോടുകൂടി അത് പ്രസാദമായി മാറുന്നു. അപ്പൊ നമ്മൾ അവിടെ ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞു. കണ്ടോ? അപ്പൊ ഭൗതികതയെ നമുക്ക് ഓം തത്സത് ഉപയോഗിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിലൂടെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? അതീന്ദ്രിയമായി മാറ്റാൻ, സ്പിരിച്വലാക്കി മാറ്റാൻ. പറയുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷെ ലളിതമാണ്, ചെയ്യുകയാണെങ്കിൽ ലളിതമാണ്. പക്ഷെ അത് ലളിതമല്ല താനും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് അവിടെ ഉറച്ചില്ലെങ്കിൽ അത് ലളിതമല്ല. ഇപ്പൊ ഭാഗവതത്തില്
കുന്തി സ്തുതി 8-ാം അധ്യായത്തിൽ, 1-ാം സ്കന്ധ 8-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട് അല്ലെ. ജന്മൈശ്വര്യശ്രുത ശ്രീവീരേധമാനമതപുമാൻ നൈവാർ ഹത്യാഭിധാതും വൈ തുമ്മകിഞ്ചന ഗോചരം. അകിഞ്ചന ഗോചരം എന്നാണ് പറയുന്നത് അല്ലെ. അകിഞ്ചന ഗോചരമാണ്. അതായത് ഭൗതികമായി ക്ഷീണിച്ച ഒരു വ്യക്തി, ഭൗതിക ആസ്വാദനങ്ങൾ കുറഞ്ഞ ഒരു വ്യക്തിക്ക് വളരെയധികം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ആളാണ് ഭഗവാൻ, എളുപ്പത്തിൽ സമീപിക്കാവുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ കുന്തിദേവി അതിന്റെ അർത്ഥം അതിന്റെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, സനാതനമായ അങ്ങയുടെ ധാമം, അങ്ങയുടെ ആത്മീയ ധാമം പ്രാപ്തമാക്കുക വളരെ ലളിതമാണ് എന്നാണ് കുന്തിദേവി പറയുന്നത്. ഫസ്റ്റ് അല്ല, അതിന്റെ ട്രാൻസ്ലേഷനിൽ വളരെ ലളിതമാണ്. പക്ഷെ ലളിതമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അടുത്ത കോൺട്രാഡിക്ടറി ആയിട്ട് തന്നെ അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്, എന്നാൽ അല്ലെങ്കിൽ പക്ഷേ നശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അങ്ങയെ പ്രാപ്തമാക്കുക വളരെ പ്രയാസകരവുമാകുന്നു എന്ന് പറയാം. കണ്ടോ, രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലെ. അതീന്ദ്രിയമായ അങ്ങയുടെ സനാതനമായ ധാമ പ്രാപ്തം വളരെ ലളിതമാണ്, പ്രോസസ്സ് വളരെ ലളിതമാണ്. പക്ഷേ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അത് പ്രയാസം. എന്തുകൊണ്ടാണ്? സ്വന്തം വംശം, അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് സ്വന്തം പ്രഭാതര് വിവർത്തനം പറയുന്നുണ്ട്. സ്വന്തം വംശം, സമ്പത്ത്, ഉന്നത വിദ്യാഭ്യാസം, ശരീര സൗന്ദര്യം മുതലായ ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തു പറ്റുന്നു? ഭഗവാനെ പൂർണ്ണ മനസ്സോടെ സ്മരിക്കാൻ സാധിക്കാതെ വരുന്നതിനാൽ അവർക്ക് എന്നും അങ്ങ് അപ്രാപ്യൻ തന്നെ ആയിരിക്കും എന്ന് കുന്തിമഹാറാണി പറഞ്ഞു നിർത്തുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ കുലം, ഗോത്രം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ബലം, അല്ലെങ്കിൽ സമ്പത്ത്, വിദ്യാഭ്യാസം, ഇതിലൊക്കെ ഗർവ് പൂണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് അതെല്ലാം ഞാൻ ഉണ്ടാക്കി, ഞാൻ പഠിച്ചു, അതുകൊണ്ട് ഞാൻ നേടി, ഇത് ഞാൻ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ ഇതിലെന്താ കാര്യം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അതപ്പതിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ഭഗവാനെ നമ്മൾ 4-5 വഞ്ചിയിലായിരിക്കും കാല് വെച്ച് നിൽക്കുന്നത്. നമ്മുടെ സമ്പത്തിലൊരു കാല്, നമ്മുടെ വിദ്യാഭ്യാസത്തിലൊരു കാല്, ഇതെല്ലാം വെച്ച് നിൽക്കുമ്പോൾ എല്ലാം കൂടി ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ പൂർണ്ണ മനസ്സോടെ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ, സ്മരിക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് തന്നെ ഭഗവാൻ നമുക്ക് പ്രാപ്യനല്ലാതായിത്തീരും. അപ്പൊ നമ്മൾ ഭഗവാനെ പ്രാപ്തമാക്കണമെങ്കിൽ, പൂർണ്ണ മനസ്സ് നമ്മളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാനാവോ? ഇല്ല. നമുക്ക് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ അതെല്ലാം ആവശ്യമാണ്. പക്ഷെ എന്ത് വിചാരിക്കുക, ഇതെല്ലാം എനിക്ക് ഭഗവാൻ തന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരു ഒരു നേട്ടം ഉണ്ടായി, നമുക്കിന്ന് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ ബോണസ് കിട്ടി, വലിയൊരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ നല്ല കാര്യം കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടോ, അതുണ്ടാവാൻ കാരണം എന്താ? ഞാനത് ഇന്ന രീതിയിൽ ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു, എന്റെ സംഭവം ശരിയായി എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എന്താ നല്ല ഗുണകരമാവോ? ഇല്ല. നമുക്ക് എന്ത് വന്ന് കയറും? അഹങ്കാരം വന്ന് കയറും അല്ലെ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക, ഞാൻ ഇതിനൊന്നും അർഹനല്ല. പറയുക തന്നെ വേണം, ഉറക്കെ പറയണം, ഞാൻ ഇതിനൊന്നും അർഹനല്ല. ഇപ്പൊ ഞാൻ പറയുന്നു, ഞാനിപ്പൊ ശരിക്കും ഞാൻ എന്ന് പറയുന്ന രാജേഷ് എന്ന് പറയുന്ന വ്യക്തി പറയാൻ, ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനല്ല. ഞാൻ ഇരിക്കാൻ നേരത്തെ പ്രസാദ പ്രഭുവിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഇരിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാണ്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോ നമ്മളെ ജീവിതത്തില് എന്ത് നമുക്കൊരു ചെറിയ കാര്യമായിക്കോട്ടെ, ഒരു ചെറിയ നേട്ടം വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, അത് നമ്മൾ അതിന് അർഹരല്ല, അത് ഗുരു, അത് ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന എന്നുള്ള ചിന്ത നമുക്ക് വേണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 4 ലക്ഷം തരത്തിലേക്ക് നമ്മൾ വന്നു പെടാൻ കാരണം ആ ഗുരുവിന്റെ, ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ ഒന്നും യാതൊരു പ്രയത്നവും അതിലില്ല. ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് നമ്മള് ജീവിതത്തിൽ എന്ത് ഉന്നതികൾ ഉണ്ടായാലും അത് ഭഗവത് കരുണ കൊണ്ടാണ്, അത് നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ്, വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അധപ്പതനം സംഭവിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു മോശമായ ഒരു കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ദുരന്തമുണ്ടായി. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. നമ്മൾ വിചാരിക്കുക, എനിക്ക് ഇതിലും വലുതെന്തോ വരാനുണ്ടായിരുന്നാണ്, ഭഗവാൻ അത് ഇങ്ങനെയാക്കി തന്നു എന്നുള്ള രീതിയിലും ചിന്തിക്കുക. എല്ലാം ഭഗവാനിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ 2 വ്യക്തികള്, 2 കർഷകരുണ്ടായിരുന്നു. ഈ 2 കർഷകരില് ഈ 2 പേരും കൃഷി ചെയ്തു. ഈ 2 കർഷകരിൽ ഒരാള് അദ്ദേഹത്തിന്റെ സ്വന്തം സ്വാർത്ഥപരമായ ഇതിലായിരുന്നു, ചിന്തകളിലായിരുന്നു. അതായത്
ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലും മറ്റേ വ്യക്തി എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോ രണ്ടുപേരും കൃഷി ഇറക്കി, രണ്ടുപേരും കൃഷിയൊക്കെ നല്ല രീതിയിൽ നോക്കി നിർത്തി. പക്ഷെ അവിടെ ഒരു വരൾച്ചയോ എന്തോ വന്ന് രണ്ട് വ്യക്തികളുടെയും കൃഷി നശിച്ചു പോയി എന്ന് വിചാരിക്കുക. രണ്ട് വ്യക്തികളുടെയും കൃഷി നശിച്ചു പോയി. അപ്പോ ഭൗതികമായി ഞാനാണ് ഈ കൃഷി ഇറക്കി എന്ന് പറയുന്ന ആൾക്ക് എന്ത് തോന്നിച്ചോ, അയാൾക്ക് നാച്ചുറൽ ആയിട്ട് ഭഗവാനോട് ദേഷ്യം വരും അല്ലെ. ഞാൻ ചെയ്ത് എന്റെ എല്ലാം പോയിച്ചോ, ഞാൻ എന്തൊക്കെ ചെയ്തു, പൂജയൊക്കെ ചെയ്തതാ ആദ്യം. കാരണം വിശ്വാസമില്ലാതെയാണ് അദ്ദേഹം ചെയ്തത്. ഞാനിതെല്ലാം ചെയ്തിട്ട് എനിക്കെല്ലാം എല്ലാം ഇത്, ഇനി ഞാൻ ഒരു പൂജ ഒന്നുമില്ല, എന്താണ് ഭഗവാൻ, എന്ത് ഭഗവാൻ എന്നൊക്കെ പറയും. അതേസമയം മറ്റേ വ്യക്തിക്കാണെങ്കിലോ, മറ്റേ വ്യക്തി എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം വിചാരിക്കും, ഞാൻ ചെയ്തു, അതെന്തോ സംഭവിച്ചു, ഭഗവാൻ എന്തോ ഇച്ഛിക്കുന്നു, എനിക്ക് വേറെന്തെങ്കിലും വരാനുള്ളത് ഭഗവാൻ ഇതിങ്ങനെയല്ലേ പോയുള്ളൂ, കുഴപ്പമില്ല, ഞാൻ ഇനിയും അടുത്ത തവണ വീണ്ടും ഇറക്കി ഭഗവാനെ ഒന്നുകൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചിറക്കുമെന്ന് ചിന്തിക്കും. ഇതാണ് അതിന്റെ ഗുണം. അതാണ് ഓം തത്സത്തിന്റെ ഗുണം. അതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് ഇതില്ലാതെ അതിനെല്ലാം നമ്മൾ അതീന്ദ്രിയവൽക്കരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വലൈസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഈ നിമിഷം മുതൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോ ഓം തത്സത്തില് ആ തത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ വിവർത്തനവും വളരെ ഭാവാർത്ഥവും വളരെ ചെറുതാണ്, ഒരേ ഒരു സെന്റൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഭൗതിക വസ്തുക്കൾക്ക് പിന്നാലെ നമ്മൾ പായുമ്പോൾ നമ്മളുടെ ബുദ്ധി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ബുദ്ധി ഭഗവാൻ തന്നിട്ടുണ്ട്, പക്ഷെ ആ ബുദ്ധി ഉപയോഗിക്കണം നമ്മൾ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി. ഈ 4 ലക്ഷം തരം അല്ലെ, 84 ലക്ഷത്തില് 4 ലക്ഷം തരം വളരെ റെയർ കാറ്റഗറിയിൽ നമ്മൾ വന്നു പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനെ. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും, ഭൗതികത്തിന്റെ പുറകെ പായുമ്പോൾ ഭൗതികം താൽക്കാലികമാണ്. അപ്പൊ ആ താൽക്കാലികം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ജന്മം മുഴുവൻ പാഴാക്കി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ അക്കൗണ്ടിൽ ആത്മീയമായി നേടുന്നത് മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. നമ്മളെ 2-ാമത്തെ അധ്യായത്തിൽ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മീയമായിട്ട് എന്ത് നേടുന്നു, എത്ര പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നു, എത്ര പ്രാവശ്യം ആത്മാർത്ഥമായി ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നു, അത് നമ്മുടെ അക്കൗണ്ടിൽ FD ആയിട്ട് കിടക്കും, ഇൻട്രസ്റ്റും ആഡ് ആയിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ഭൗതികമായി കാറുണ്ട്, ലോറിയുണ്ട്, ബസ്സുണ്ട്, പൈസയുണ്ട്, സ്വത്തുണ്ട്, ഏക്കർ കണക്കിന് ലാൻഡ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, വാട്സപ്പിൽ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇത്ര ലൈക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അടുത്ത സ്ഥലത്ത് ജനിക്കുമ്പോൾ ഇതെല്ലാം കൂടെ വരുമോ? ഒരിക്കലും വരില്ല. അതേസമയം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്പിരിച്വൽ അക്കൗണ്ടിൽ കിടക്കുന്ന നമ്മൾ എത്രത്തോളം ഭഗവാനെ വിളിച്ചോ അതവിടെ വരും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി, വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് നമ്മൾ ഓം തത്സത്തിന്റെ പവർ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ക്രെഡിറ്റ്സ് നമുക്ക് അത് നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ചൊല്ലുമ്പോൾ ഉള്ള ഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്ത് ചൊല്ലുമ്പോഴും ഭാവം വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മളിപ്പോ ഭഗവാൻ ഒരു കാര്യം സമർപ്പിക്കുന്ന പത്രം പുഷ്പം 9.26 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയശ്ചതി. ഭക്തിയോടും പ്രേമത്തോടും അല്ലെങ്കിൽ സ്നേഹത്തോടും കൂടി എനിക്ക് ആരെന്ത് സമർപ്പിക്കുന്നോ അത് ഞാൻ സ്വീകരിക്കും അല്ലെ. അത് വെള്ളമാകട്ടെ, ഇലയാവട്ടെ, പൂവാവട്ടെ, കായാവട്ടെ, അത് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഭക്തിയോടും സ്നേഹത്തോടും സമർപ്പിക്കുക. അപ്പൊ ഞാൻ ഇന്നൊരു ചടങ്ങിന് പോയിട്ട് എന്തെങ്കിലും സമർപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഭഗവാൻ ഭാവഗ്രാഹിയാണ് അല്ലെ, ഭാവഗ്രാഹി ജനാർദ്ദനാണ്. അപ്പൊ ഭഗവാൻ നമ്മുടെ ഭാവമാണ് നോക്കുന്നത്. അപ്പോ നാളെ ഞാനൊരു സമയമുണ്ടോ? സമയമില്ല, സമയം കഴിഞ്ഞു അല്ലെ. ഒരു ഒരു ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിൽ ഒരു ഇത് കേട്ടിരുന്നു. ഒരു ഗോപാൽ പ്രഭു പറഞ്ഞതാണ്. ഒരു മഹാരാജ് പറഞ്ഞ ഒരു കഥയുടെ ഭാഗമായിട്ട് പറഞ്ഞു. ഇവിടെ ആസ്ട്രേലിയയിലും കണ്ടൊരു ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടത്തിൽ വളരെ മുമ്പാണ്. അപ്പൊ അവിടെ പോലീസ് ആക്രമണവും പബ്ലിക്കും ആക്രമിക്കുകയായിരുന്നു ഹരേ കൃഷ്ണ ഭക്തരെ. ഹരേ കൃഷ്ണ നാമം ജപിച്ച് ആസ്ട്രേലിയയിൽ പോകുമ്പോൾ പോലീസ് അവരെ അടിച്ചോടിക്കും. അതുപോലെ തന്നെ ആൾക്കാർ കല്ലെറിച്ചെറിയും, ചീഞ്ഞ മുട്ട വലിച്ചെറിയും, തക്കാളി വലിച്ചെറിയും, അതൊക്കെ വലിച്ചെറിയുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ ഒരു പശ്ചാത്തലം. അപ്പൊ അങ്ങനെ അവര് ഒരു അതിന്റെ തൊട്ടടുത്തൊരു ടൗണില് വലിയ കുഴപ്പമില്ല, നല്ലൊരു ഫീസ്റ്റ് നടക്കുന്നുണ്ട്. അന്ന് ഹരേ കൃഷ്ണ ഭക്തർ തന്നെ നല്ലൊരു ഫീസ്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഭക്തർ വിചാരിച്ചു ആ ഫീസ്റ്റ് ഇന്ന് പോയാൽ അവിടെ നല്ലൊരു സദ്യ കിട്ടും, പ്രസാദം. അപ്പൊ അവിടേക്ക് പോകാന്ന് പ്ലാൻ ചെയ്തിരുന്നിട്ട് പോകാനായിട്ട് ഇവരൊരു സങ്കീർത്തന യാത്ര നടത്തുമ്പോഴാണ് പോലീസ് പിടിച്ച് എല്ലാത്തിനും കൊണ്ട് ജയിലിൽ കൊണ്ടിട്ടു. അപ്പൊ ഇവർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് നല്ലൊരു പ്രസാദം കഴിക്കേണ്ട ദിവസം ഇവർക്ക് ഒന്നുമില്ല, പട്ടിണിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പുറത്താണെങ്കിൽ നല്ല ഫീസ്റ്റ് നടക്കണം, അവിടെ സദ്യവട്ടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഭക്തന്മാര് വിചാരിച്ചു, ഈ ഹരേ കൃഷ്ണ ഭക്തൻ ഇസ്കോൺ ഡിവോട്ടീസ് വിചാരിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എന്തായാലും കൊടുക്കുന്നതെല്ലാം ഭൗതിക കാര്യങ്ങളാണെന്ന് ഭഗവാനെ സംബന്ധിച്ച് അത് ഭൗതികമാണ് അല്ലെ.
ഭഗവാൻ അവിടെ ഒരു നമ്മളിപ്പോ ഉരുളക്കിഴങ്ങ് മുറിച്ചാലും ഭഗവാൻ ആ ഉരുളക്കിഴങ്ങെല്ലാം ഭഗവാനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു ഭൗതിക വസ്തു അല്ലേ. നമുക്കൊരു കാര്യം, നമുക്കും ഒരു സദ്യവട്ടം ഉണ്ടാക്കാം. അപ്പൊ അപ്പുറത്തെ ടൗണിൽ എന്തൊക്കെ വിഭവം പ്ലാൻ ചെയ്തു അതിന്റെ മെനു ഒക്കെ ഇവർക്ക് കിട്ടി, നോട്ടീസ് ഒക്കെ കിട്ടി. അപ്പൊ ഇവര് സന്തോഷിച്ചിരിക്കും, ഇത്തരം സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് പ്രസാദം നമുക്ക് ഭക്ഷിക്കാം എന്നുള്ള ആ ഒരു ഇതില് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ ഈ മെനു പ്രകാരം നമുക്ക് ഇതിനേക്കാൾ അപ്പുറത്തൊരു മെനു ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവർ ഈ ജയിലിൽ ഇവരൊരു ഹാള് പോലെ ഒരു സ്ഥലത്തായിട്ടിരിക്കുന്നത് അഴിയുടെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടി പാചകം ആരംഭിച്ചു. അതായത് എങ്ങനെയാണോ ഒരു പാചകം നടക്കുന്നത് അതുപോലെ അവർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. വസ്തുവില്ല, കുറെ പേര് ഉരുളക്കിഴങ്ങ് കട്ടിയുന്നു, കുറെ പേര് തൈര് കടയുന്നു, കുറച്ച് പേര് പാല് തിളപ്പിക്കുന്നു, എല്ലാ അരിയും. അപ്പോ ഈ ജയിലർമാർ നോക്കുമ്പോ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇവർ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നത്. നോക്കുമ്പോ പാത്രമില്ല, പക്ഷെ ചില അടുപ്പ് കത്തിക്കുന്നു, ഊതണുണ്ട്, ചിലർ ഇങ്ങനെ എല്ലാം ശരിക്കും നടക്കുക. കാരണം അവർ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അവരുടെ ഫുൾ ഭക്തിയിൽ അവർ ചെയ്യാണ്, വസ്തുക്കൾ ഉള്ള പോലെ. ചിലർ പച്ചമുളക് കട്ട് ചെയ്യുന്നുണ്ട്, തക്കാളി കട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുമ്പോൾ ഇവര് വലിയ വലിയ ഉദ്യോഗസ്ഥരെ വിളിച്ച് കാണിച്ചു ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈ ഒരു കൂട്ടം ആൾക്കാർ, കുറെ ആൾക്കാരുണ്ട്, ഇവരിങ്ങനെ ഒരു ഹാളിൽ എന്തോ ചെയ്യുക. ഇവര് നോക്കുമ്പോ ഞാൻ നടക്കാം. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, ഇത് ചൂടാറ്റി ഇവര് ഭഗവാന് ഓഫർ ചെയ്യുന്നു, മണിയടിച്ചു, മണിയൊന്നും ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. അവർ ഓഫർ ചെയ്തു, നിവേദ്യം വെച്ചു, 10 മിനിറ്റ് അവർ ചാൻഡ് ചെയ്തു, അതിനുശേഷം എടുത്തു വിളമ്പാൻ നോക്കുമ്പോഴാണ് ജയിലർ വലിയ വലിയ അധികാരികളൊക്കെ വന്നു ഇവിടെ എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് നോക്കുമ്പോ ഇവര് പറയുന്നത് നമുക്ക് ഇവര് വന്നിട്ടുണ്ട്, അവർക്ക് ആദ്യം കൊടുക്കും, അവർ അതിഥികളാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് ഇതാ അല്പം ചൂടുണ്ട് കേട്ടോ സാരില്ലാന്ന് പറയും. ഇങ്ങനെ കൊടുക്കുമ്പോ അവര് പറയും, ഈ ജയിലർ പറയും ഇനി വെച്ചോണ്ടിരിക്കണ്ട, വേഗം തുറന്നു വിടാൻ പറയും. ഈ നമ്മൾ ഇതിന് വല്ല ഉത്തരം പറയുന്നവർ പെട്ടെന്ന് അഴി തുറന്ന് ഇവരെല്ലാം വിടും. ഇവര് വേഗം അടുത്ത വണ്ടി പിടിച്ച് അപ്പുറത്ത് പോകുമ്പോ അവിടെ തീർന്നിട്ടില്ലായിരുന്നു അവർക്ക് ആ ഫുള്ള് പ്രസാദം. നടന്ന സംഭവം എന്നാ പറഞ്ഞത്, ഗോപാൽ പ്രഭു പറഞ്ഞാണ്, നടന്ന സംഭവമാണ് ഓസ്ട്രേലിയയിൽ എന്ന് പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ അപ്പൊ അവിടെ അവിടെ അവരെന്താ ചെയ്ത്, അവിടെ ആ വസ്തു എന്ന് പറയുന്നത് അതീന്ദ്രിയമാക്കിയവരല്ലേ, അവിടെ ഇല്ലെങ്കിൽ പോലും ഇതുപോലെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ കറിയൊക്കെ തക്കാളിയൊക്കെ മുറിക്കുമ്പോഴും ഇതുപോലെ തന്നെ, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഭാവമാണ് പ്രധാനം. അപ്പൊ ആ ഭാവത്തില് ആ ജയിലർമാർക്ക് അവിടെ അവർക്കെന്തോ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നി, അതുപോലെ അവർക്ക് തോന്നി ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അത് അവരെ തുറന്നു വിടണേ നല്ലത്, കാരണം നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ അവിടെ ഉണ്ട്. ചൂടൊക്കെ അതുപോലെയാണ് ഒരു ഫീൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോ അതാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഭാവം വളരെ പ്രധാനമാണ്. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഭക്തി വരേണ്ടത്, ഭക്തിയുടെ ഭാവം അതായിരിക്കണം. അപ്പൊ ആ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയാൽ, ഓം തത്സത് നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് ഭൗതികമുള്ളതിനെ അതീന്ദ്രിയമാക്കി മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നനാകും. എന്തിൽ സമ്പന്നനാകും? ഇത്തരം ഇന്റൻസ് ഡിസയറിൽ, ഇത്തരം ആത്മീയ ചിന്തയിൽ നമ്മൾ സമ്പന്നനാകും. നമുക്കത് ദാനം ചെയ്യാനും സാധിക്കും മറ്റുള്ളവർക്ക്. അല്ലെങ്കിൽ നമ്മൾ ദരിദ്രനായി പോകും, നമ്മുടെ കയ്യിൽ ഭൗതികമായ സമ്പത്ത് ഉണ്ടാവും, ഒരു കാര്യമില്ല, നേരത്തെ പറഞ്ഞ പോലെയാണ്. അതൊക്കെ ഈ ജന്മത്തി ശരീരത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇല്ലാണ്ടായി പോകും. അപ്പൊ അതാണ് ഈ ശ്ലോകം ഇന്നത്തെ പറയുന്നത്. അപ്പൊ ഓം തത്സത് എന്ന് പറയുന്നതാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി 3 ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ അധ്യായത്തില്. ആ 3 ശ്ലോകത്തിന്റെ ഇനി അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, യജ്ഞം, തപസ്, പ്രായശ്ചിത്തം എന്നിവ പരമപുരുഷനിൽ വിശ്വാസമില്ലാതെ അനുഷ്ഠിക്കപ്പെട്ടാൽ അവ നിഷ്ഫലമാകും, ഈ ലോകത്തിലോ പരലോകത്തിലോ ഒന്നും അത് ഫലം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അതിനി അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം. അപ്പോ നമ്മളെ എല്ലാവരും ആത്മീയ പ്രഭാതത്തിൽ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ആധ്യാത്മിക ഉത്കർഷം ആശിക്കുന്നവർ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൂടാ, ആത്മീയ ലോകത്തിലേക്ക് സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്തുക എന്നതായിരിക്കണം പ്രവൃത്തികളുടെ ആത്യന്തിക ലക്ഷ്യം. ഭഗവാൻ അവിടെ കാത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ഒരു കൊച്ച് എന്നെങ്കിലും എന്നെ തേടി വരും എന്നുള്ളതിൽ ഭഗവാൻ ഇരിക്കുകയാണ്, ആ ആശയോടെ ഇരിക്കുകയാണ്. പക്ഷെ കൊച്ചാണെങ്കിലോ കിട്ടിയ സ്ഥലത്തുള്ള കടയിലെല്ലാം ഇങ്ങനെ നോക്കി സാധനമൊക്കെ കണ്ട് ആനന്ദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിൽ നിന്നെല്ലാം നമ്മൾ നമ്മുടെ ചിന്ത മാറ്റിയിട്ട്, നമ്മൾ ഈ 84 ലക്ഷം തരത്തിൽ വളരെ അപൂർവമായി കിട്ടിയുള്ള 4 ലക്ഷം തരമാണിത്. അവബോധം വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മേൽഗതി ഉണ്ടാകുള്ളൂ. അവബോധം മാറണമെങ്കിൽ നമ്മൾക്ക് ഈ ഓം തത്സത് വളരെ പ്രധാനമാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ പ്രധാനമാണ്. അതിലൂടെ നമ്മുടെ ആരാധനാക്രമം മാറും, വിശ്വാസത്തിൽ മാറ്റും. അതാണ് ഡിവിഷൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് വിശ്വാസം നമുക്കുണ്ടാവും. അതനുസരിച്ച് നമ്മളുടെ യജ്ഞങ്ങള്, തപസ്യകള്, നമ്മളുടെ ദാനം, ആഹാരം, ഇതിലെല്ലാം ആ വ്യത്യാസം വരുമ്പോൾ നമ്മളിൽ തന്നെ പൂർണ്ണമായ വ്യത്യാസം ഉണ്ടാവുകയും നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി തീർച്ചയായും നമുക്ക് നമ്മുടെ ഒരു പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷ പാസ്സായി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. എന്തെങ്കിലും കൃഷ്ണ, ഞാൻ പ്രഭുവിന് ഇന്നലെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞൊരു ക്ലാസ് എടുക്കാൻ ചന്ദ്രവംശി പ്രഭുവിന് പറ്റാതെ ഒരു ജസ്റ്റ് ഒരു അധികം ടൈമില്ലാതെ ഒരു നല്ല പ്രഭാഷണം എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് വളരെ പ്രഭു ഏറ്റവും യോഗ്യതയായിട്ടുള്ള പ്രഭുവാണ്. ഒരിക്കലും ക്ലാസ് എടുക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള പ്രഭുവാണ്. യാതൊരു സംശയമില്ല. ഭഗവാന്റെ അറിഞ്ഞാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കും. ഹരേ കൃഷ്ണ. ഗോപാൽ പ്രഭുവിന് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. ഹരേ കൃഷ്ണ. കാരണം പ്രഭു ചൈതന്യ ചരിതാമത്തിൽ പറഞ്ഞൊരു കാര്യം ഞാനിവിടെ കോട്ട് ചെയ്യുന്നു. ആസ്ട്രേലിയയിലെ ഡിവോട്ടീസിന്റെ ഒരു കുക്കിംഗ് പറഞ്ഞല്ലോ, ആ ഭാവം അതായത് ഇവിടെ ഉപകാരപ്പെട്ടു ആ ടീമിനെ ഒന്ന് സമർത്ഥിക്കാനായിട്ട്. അത് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കും. ഹരേ കൃഷ്ണ. സ്റ്റോറിയാണ്. 99% ആൾക്കാർക്ക് ഈ ബോധം വേണ്ടിയാണ്. അവർക്കൊക്കെ അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭഗവാൻ എങ്ങനെയാ ഫലം തരുന്നത് സംശയമുണ്ട്. മറ്റുള്ളവരുടെയാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് തന്നെ ചോദിച്ചു. ഇപ്പൊ നമ്മള് കൃഷ്ണാവബോധത്തില് നമ്മളിങ്ങനെ മുന്നേറുന്നു. അപ്പോ പല പല റിലീജിയൻസ് പലരുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ഒരു വിശ്വാസങ്ങളല്ലേ, അതല്ലേ പ്രഭു ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെങ്ങനെ വരും? അപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. അവരിപ്പോ എന്തിലാണോ വിശ്വസിച്ച് പോകുന്നത്, ഏത് സംസ്കാരത്തിലാണോ അവർ ജനിച്ചിരിക്കുന്നത്, അതിലെ ഗ്രന്ഥങ്ങൾ അവരുടേതായ നല്ല രീതിയിൽ അവർ പിന്തുടർന്ന് പോകണം. ഇതിപ്പോ അവരുടെ ജന്മത്തില് അല്ലാണ്ട് നമ്മൾ അവരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഇപ്പൊ. അതായത് ഓരോ വ്യക്തികളും അവരുടെ ജനിച്ചപ്പോ അവർക്കൊരു സംസ്കാരത്തിൽ ഉണ്ടാവും അല്ലെ, അതിനെ അവര് അതിൻ്റെതായ നല്ല രീതികളിൽ പിന്തുടർന്ന് പോകും. പക്ഷെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് അവരെ ബാധിക്കും. അപ്പൊ നല്ല രീതിയിൽ പിന്തുടർന്ന് പോയാൽ അവര് ക്രമേണ അവര് കറങ്ങി കറങ്ങി ഭഗവാനിലേക്ക് തന്നെ എത്തും. ചിലപ്പോ ഇതിലേക്ക് തന്നെ വരികയായിരിക്കും പിൽക്കാലത്ത്. പക്ഷെ ജന്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. യെസ്, ഡിവോട്ടി ആയിട്ട് തന്നെ വരും. ഏതെങ്കിലും ഭഗവാന്റെ ലീലകളിലേക്കൊക്കെ എത്തും. ഒടുവിൽ കറങ്ങി അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട. കാരണം നമ്മളോ ഒരു കിണറ്റിൽ കിടക്കുകയാണ്. അപ്പൊ ഈ കിണറ്റിൽ നിന്ന് കയറുന്നവരെ ആലോചിക്കുക, ഒപ്പം നമ്മുടെ കൂടെ ആരെയൊക്കെ കൈപിടിച്ച് കയറ്റാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോ ഇത് എങ്ങനെയാണ് ഞാൻ അന്ന് കേട്ടത്. ഹരേ കൃഷ്ണ. കുഴക്കുന്ന ചോദ്യമല്ല ആവും. നമ്മുടെ ആഗ്രഹങ്ങള് സ്പിരിച്വൽ ആഗ്രഹങ്ങളാക്കി മാറ്റുന്നു പറഞ്ഞു. ഈ നമ്മൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതും ഈ ആഗ്രഹങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ നമുക്കൊരു ജോബ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് ജോലി ചെയ്യാനുണ്ട് ഉണ്ട്. അതിനെങ്ങനെ സ്പിരിച്വലൈസ് ചെയ്യാം? ഞാൻ ഇതേ ചോദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചോദിച്ചാണ്. അപ്പോ ഒന്ന് രണ്ട് കാര്യം ചേർത്ത് പറയാം. നല്ലൊരു ചോദ്യം. അപ്പോ നമ്മള് രൂപഗോസ്വാമി പറയുന്നുണ്ട്, ഭഗവാന്റെ ഒരു വലിയൊരു ഭക്തൻ തന്നെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് 50% സമ്പത്ത് നമ്മള് ഭഗവാന് വേണ്ടി വിനിയോഗിക്കണം എന്നാ പറയുന്നത്. 50% അല്ലെ, 50% സമ്പത്ത്. അപ്പൊ അതിനകത്ത് പിന്നെ അങ്ങനെ ഒരു കണക്കുണ്ട്, ഇത്ര ശതമാനം ഉപയോഗിക്കപ്പെടുത്താന്നുള്ളത്. 25% ഫോർ റിലേറ്റീവ്സ്, സെൽഫ്, ബാക്കി അല്ലെ 50% ഭഗവാന് എന്ന് പറയുന്നത്. അപ്പോ ഇതിപ്പോ പെട്ടെന്ന് കേട്ടപ്പോ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോ നമ്മളിപ്പോ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് അപ്പൊ നമ്മൾ 50% കൊണ്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് സീനിയർ പല ഡിവോട്ടീസിന് കിട്ടുന്ന ചില ഉപദേശങ്ങളിൽ ഇങ്ങനെയാണ് വന്നത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു കാറ് വാങ്ങിച്ചു അല്ലെ, നമ്മുടെ പൈസയിൽ നിന്ന് നമ്മൾ സമ്പാദിച്ച ജോലി. ഇപ്പൊ അത് ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് ഇപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ഉത്തരത്തിലേക്കാണ് വരുന്നത്. അപ്പോ ഇപ്പൊ ഒരു പ്രഭു ഇപ്പൊ ചോദിച്ചു, ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് ഒരു ആഗ്രഹം അല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പൊ പ്രഭു പ്രൊജക്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, പ്രഭു ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അത് പ്രഭുവിന്റെ ഒരു ആഗ്രഹമാണ്, ഭൗതികമായ ഒരു ആഗ്രഹമാണ്. ഇതിനെ എങ്ങനെ ആത്മീയമാക്കാം?
ഇപ്പൊ പ്രഭു കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റില് പ്രഭു ഒരു കാര്യം ചിന്തിക്കണം, എങ്ങനെ അതിനെ ആത്മീയമാക്കാന്ന് വെച്ചാല്, ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പ്രഭുവിന്റെ ഒരു ആഗ്രഹമാണെങ്കിലും പ്രഭുവിനെ ആ പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത് ഭഗവാനാണെന്ന് ചിന്തിക്കുക. ആ പ്രൊജക്ട് ചെയ്യാൻ ഇപ്പോ ആ പ്രാപ്തനാക്കിയിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ പ്രൊജക്ട് ചെയ്യാണ്. ആ പ്രൊജക്ട് ചെയ്യുമ്പോൾ പ്രഭുവിന് സാമ്പത്തികമായ ഒരു നേട്ടമുണ്ട്. ആ നേട്ടം കൊണ്ട് അത് പ്രഭുവിന്റെ ശമ്പളത്തിലോ ബോണസിലോ ഒക്കെ പ്രതിഫലിക്കുന്നു. അതനുസരിച്ച് പ്രഭു ഒരു വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പ്രഭു വസ്തുക്കൾ വാങ്ങിക്കുന്നു, കാർ വാങ്ങാം, സ്കൂട്ടർ വാങ്ങാം, പണ്ടൊക്കെ വാങ്ങാം, അല്ലെ? ഇനി അപ്പോ പ്രഭു ചെയ്യുന്ന പല കാര്യങ്ങളും ഭൗതികമാണെങ്കിലും അത് പ്രഭു ഭഗവാനെ വിചാരിച്ച് ചെയ്യുന്ന ഒന്ന് ഒരു രീതിയിൽ ഒരു കുറച്ച് ആത്മീയവൽക്കരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രഭു കിട്ടുന്ന പ്രതിഫലത്തിന് അതുകൊണ്ട് പ്രഭു ഭൗതികമായ ആനന്ദത്തിന് വേണ്ടി വീടൊക്കെ ഉണ്ടാക്കുന്നു. ആ വീട്ടിലേക്ക് പ്രഭു ഒരു സംഘം ഭക്തരെ വിളിച്ച് സങ്കീർത്തനം ചെയ്യിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. പ്രഭുവിന്റെ അടുക്കളയിൽ കുറച്ച് പ്രസാദം ഉണ്ടാക്കിയിട്ട് കുറച്ച് ഭക്തർക്ക് വിളിച്ച് കൊടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? പ്രഭു ആ പ്രൊജക്റ്റിലൂടെ നേടിയ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഈശ്വര കാര്യത്തിന് ഭഗവാന് വേണ്ടി വിനിയോഗിച്ചു, ഇല്ലേ? അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ പ്രഭുവിന്റെ വണ്ടിയിലെ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു മുതിർന്ന ഭക്തനെ പ്രഭു ഒരു സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഇത് ചെയ്യുന്നു, സെന്ററിലേക്ക് വരുന്നു. പ്രഭു ചില സേവകൾ പ്രഭുവിന്റെ വാഹനം ഉപയോഗിച്ച് ചെയ്യുന്നു. പ്രഭു മേടിച്ച വസ്തുക്കള് കുടുംബത്തിന് ആസ്വദിക്കാൻ മേടിച്ച വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുന്നു. അതിലൊരു ഭാഗം പ്രഭു എടുത്തിട്ട് പ്രസാദമായിട്ട് ചില ഭക്തർക്ക് കൊടുക്കുന്നു, വൈഷ്ണവന് കൊടുക്കുന്നു. നോക്കിയേ, അപ്പോ പ്രഭുവിന്റെ പ്രൊജക്ട് ഇപ്പോ ആത്മീയവൽക്കരിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? ഭൗതികമായ ഒരു താല്പര്യത്തോടെ പ്രഭു ഉണ്ടാക്കിയ പ്രൊജക്ടിന്റെ കംപ്ലീഷൻ ആയിരുന്നു ചിന്ത എങ്കിലും ഇപ്പൊ ആ പ്രൊജക്ട് എവിടേക്ക് എത്തി? അത് ഭഗവാനിലേക്ക് പല തലത്തിലൂടെ എത്തിക്കഴിഞ്ഞു, അല്ലേ? അതിലൂടെ ഉണ്ടാക്കിയ സമ്പത്ത് ഉണ്ടായിരുന്ന വീടിനെയൊക്കെ പ്രഭു ഭഗവാന്റെ സേവനത്തിന് ഉപയോഗപ്പെടുത്തി, വാഹനത്തിന് ഉപയോഗപ്പെടുത്തി, ആ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇതുപോലെ നമ്മള് ഓരോ കാര്യവും ജീവിതത്തിൽ ഇതുപോലെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ആത്മീയവൽക്കരിക്കാൻ സാധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു കഴിഞ്ഞല്ലോ അല്ലെ? വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭേദച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദ് ജയ്. ഗുരുദേവ് ജയ്. നിതായ് ഗൗർ പ്രേമാനന്ദേ ഹരി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫൻസീവായോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ ഇത്ര നേരം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത രാജേഷ് പ്രഭു എനിക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മാവുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ